എല്ലാവർക്കും പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാൻ ടിറ്റു സിനോയി. ഇന്ന് ഞാൻ വന്നേക്കുന്നത് നിങ്ങളെ ജെറുസലേമൊക്കെ കാണിച്ചു തരാം കേട്ടോ. ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ദുഃഖ വെള്ളിയാഴ്ചയാണ്. അപ്പം എനിക്കിന്ന് ഇവിടെ നിന്ന് ലീവൊക്കെ തന്നു. അപ്പം ഞാൻ രാവിലെ ഒരുങ്ങി ഇങ്ങനെ സുന്ദരിയായിട്ടിരിക്കുകയാണ്. ടാക്സിക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കും കേട്ടോ. അപ്പം ടാക്സി 10 വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇങ്ങനെ എന്താ പറയുന്നത്, പണ്ട് നമ്മൾ കുഞ്ഞിലെ ടൂറ് പോകുമ്പം രാത്രിയിൽ ഉറങ്ങാതെ ഇങ്ങനെ ഒരു എക്സൈറ്റ്മെൻറ്റ് ഇല്ലേ രാവിലെ ഇറങ്ങി പോകാമെന്നുള്ളത്. അപ്പോൾ ഇന്നലെ ഞാൻ ഉറങ്ങിയിട്ടേ ഇല്ല. അപ്പോൾ രാവിലെ ഞാനിങ്ങനെ മേക്കപ്പൊക്കെ ഇട്ട് പുട്ടിയൊക്കെ ഇട്ട് ഒരുങ്ങിയിരിക്കുകയാണ്. നമ്മൾ മലയാളത്തിലല്ലേ ഇറങ്ങുന്നത്. ഇപ്പോൾ രണ്ട് മാസമായി നമ്മൾ ഒന്ന് പോയിട്ട് നസ്രത്തിലൊക്കെ പോയതായിരുന്നു ഫെബ്രുവരിയിൽ. അത് കഴിഞ്ഞപ്പം നമ്മൾ 2 മാസമായി. അപ്പോൾ അതിൻ്റെ ഒരു ത്രില്ലാട്ടോ. ഒന്ന് വെളിയിലിറങ്ങാൻ പറ്റുമല്ലോ എന്നുള്ളതിൻ്റെ ഒരു സന്തോഷമാണ്. പിന്നെ എന്താ, അപ്പോൾ ഇപ്പോൾ ടാക്സി വരും. അപ്പോൾ ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഞാൻ താഴോട്ട് ഇറങ്ങി ചെല്ലണം, അവർ ഇറങ്ങി ചെല്ലണം. പിന്നെ എന്താ, ഇനി ഞാൻ ഇവിടുന്ന് ടാക്സിക്ക് പോയി ടെലവി ചെന്നിറങ്ങി. അവിടുന്ന് ബസ്സുണ്ട്. അപ്പം ബസ്സിനാണ് പോകുന്നത്. കുറേ പേരുണ്ട്, നമ്മളെല്ലാവരും കൂടെ കൂടിയിട്ടാണ് പോണേ. കുറച്ച് കൂട്ടുകാരൊക്കെ വരുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ ജെറുസലേമിൽ പോയിട്ട് ജെറുസലേമിലെ വിശേഷങ്ങളും ഇതെല്ലാം. അവിടെ ഇപ്പോൾ ഈ നമ്മുടെ നാട്ടിലെ പോലെ കുരിശുമലയൊന്നുമല്ല, ഒരു പള്ളിക്കകത്ത് ഇതെല്ലാം ഉണ്ടാക്കി വെച്ചിട്ട് അങ്ങനെയാണ്. അപ്പം ഞാൻ കണ്ടിട്ടില്ല. ഞാൻ ജെറുസലേമിൽ പോയിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ സെപ്റ്റംബറിൽ. പോയി ഞാൻ അവിടെ ജസ്റ്റ് പ്രാർത്ഥിച്ചു. അന്ന് അവിടെ തിരക്കും കാര്യങ്ങളും ഒന്നും ഇല്ലായിരുന്നു. അപ്പോൾ അവിടെ എല്ലാം പോയി കണ്ടതെല്ലാമാണ്. അപ്പം ഈ പ്രാർത്ഥനയും കാര്യങ്ങളും എങ്ങനെയാണ് അതൊന്നും എനിക്കറിയത്തില്ലല്ലോ. അപ്പം ഇന്ന് പോകുമ്പം എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള വീഡിയോ ഒക്കെ എടുത്തിട്ട് വരാം, എന്നിട്ട് കാണിച്ചു തരാം. പിന്നെ എന്താ, ഭയങ്കര ത്രില്ലാട്ടോ. ത്രില്ലെന്നല്ല, ഭയങ്കര ഒരു ഉള്ളിൻ്റെ ഉള്ളിലൊരു ഭയങ്കര സന്തോഷമാണ്. കാരണം നമ്മളൊന്നും സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ലല്ലോ ഇങ്ങനെ ഈ ഒരു ദിവസം ഒറിജിനലി നമ്മളിവിടെ വന്ന് പ്രാർത്ഥിക്കാൻ പറ്റും, അല്ലെ അവിടെ ഒന്ന് പോയി കാണാൻ പറ്റുമെന്നൊന്നും നമ്മൾ വിചാരിച്ചിട്ടില്ല. അപ്പം എല്ലാ ദുഃഖ വെള്ളിയാഴ്ചയും ഞാൻ എൻ്റെ സ്വന്തം നാട്ടിൽ വാഴവരയിലെ കുരിശുമലയായിരുന്നു കയറുന്നു കേട്ടോ. അവിടെ ചെന്നിട്ട് കയറി ക്ഷീണിച്ച് ചെന്ന് ഇച്ചിരി കഞ്ഞിയും മാങ്ങായും മാങ്ങാച്ചാറും എല്ലാം കൂടെ കൂടി ഇടുക്കി ഡാമിൻ്റെ ആ ഒരു വെള്ളവും കാറ്റും ഇതൊക്കെ കണ്ടിട്ട് ആ പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് അവിടെ ഇരുന്നിട്ട് ഭക്ഷണം കഴിക്കുന്നതും പിന്നെന്താ പണ്ടത്തെ കൂട്ടുകാരെ കാണുന്നതും ഒക്കെ. ഇത്രയും വർഷങ്ങളായിട്ടും കല്യാണം കഴിഞ്ഞിട്ട് ഇത്രയും വർഷമായിട്ടും ഞാൻ എല്ലാ കൊല്ലവും വാഴവരെ പോകുന്നത്. വേറെ എവിടെയൊക്കെ മല കയറാൻ പോയാലും ദുഃഖവെള്ളിയാഴ്ച പോയി കയറുന്നത് അന്ന് അവിടെ വാഴവരെ പോയി കയറും. അപ്പം മലയാറ്റൂരൊക്കെ ആണെങ്കിലും നമ്മൾ വേറെ ദിവസമൊക്കെ പോകും, അങ്ങനെയൊക്കെ ആയിരിക്കും. അങ്ങനെ ഫസ്റ്റ് ടൈമാണ് ഞാൻ എൻ്റെ സ്വന്തം വാഴവരയിൽ നിന്നല്ലാണ്ട് കുരിശുമല കയറാൻ പോകുന്നത്. അതും പിന്നെ ഈശോയുടെ സ്വന്തം നാട്ടിൽ ഈശോ അനുഭവിച്ച അതേ കഷ്ടപ്പാടിൻ്റെ ആ ഒരു സ്ഥലത്ത് നമുക്ക് വന്നെത്താൻ പറ്റുക എന്ന് പറയുന്നത് വലിയൊരു ദൈവാനുഗ്രഹം ഉള്ളത് കൊണ്ടാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പം ഞാൻ പോയിട്ട് നിങ്ങളെ ഞാൻ കാണുന്ന കാഴ്ചകളൊക്കെ കാണിച്ചു തരാം. നിങ്ങളും വെയിറ്റിംഗ് ആണെന്ന് എനിക്കറിയാം. ഞാൻ അതുപോലെ എക്സൈറ്റ്മെൻ്റ് ആട്ടോ. എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്, ഭയങ്കരമായിട്ട് ഒരു ഭയങ്കര സന്തോഷത്തിൻ്റെ ഒരു ഫീലിങ്സാണ്. അപ്പോൾ ഇപ്പം ടാക്സി വരും, ഞാൻ ഇറങ്ങിപ്പോട്ടെ. അപ്പം ബാക്കി കാഴ്ചകൾ നമുക്ക് വരുന്ന വഴി കാണാം. ഓക്കെ, ബൈ. അങ്ങനെ ഞങ്ങൾ ജെറുസലേമിലേക്ക് പോകാനുള്ള യാത്ര ആരംഭിച്ചു. ടെലവീവിൽ നിന്ന് വണ്ടിയൊക്കെ എടുത്തു. പക്ഷേ ഇത് പറയുന്നതിന് മുമ്പ് എനിക്ക് പ്രധാനപ്പെട്ട ഒരാളുടെ പേര് പറയാതെ ഈ ഒരു വീഡിയോ കംപ്ലീറ്റ് ആക്കാൻ പറ്റില്ല. അത് വിനീഷേട്ടനാണ് ഇതിൻ്റെ ഒരു കോർഡിനേറ്റർ. അല്ലെങ്കിൽ എല്ലാവരെയും ഒന്നിപ്പിച്ച് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് വിനീഷേട്ടൻ കുറേ നാളായിട്ട് പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നതാണ്. വിനീഷേട്ടൻ ഇവിടെ വന്നിട്ട് ഏകദേശം 22 വർഷമായി. ഈ 22 വർഷവും ദുഃഖവെള്ളിയാഴ്ച ജെറുസലേമിൽ തിരുക്കർമ്മങ്ങളിൽ പങ്കെടുക്കുന്ന ഒരാളാണ്. അപ്പം അദ്ദേഹം എല്ലാവരെയും കൂട്ടിക്കൊണ്ട് ഒരു കോർഡിനേറ്റ് ചെയ്ത് ഒരു കുടുംബം പോലെ എല്ലാവരെയും ഒരേ കണ്ണി കണ്ടുകൊണ്ട് അത്ര മനോഹരമായിട്ട് ഒരു പ്രോഗ്രാം കോർഡിനേറ്റ് ചെയ്ത് കൊണ്ടുപോകാൻ കഴിവുള്ള ഒരു ആളാണ്. അപ്പം നമ്മളൊക്കെ ഇപ്പം വിളിച്ച ഇത്തിക്കണ്ണികളാണ്. പക്ഷേ വിനീഷേട്ടനൊക്കെ 22 വർഷമായിട്ട് ഇസ്രയേൽ മണ്ണിൽ ജീവിച്ച് വളർന്ന ഒരാളാണ്. അപ്പം ആ ചേട്ടന് എൻ്റെ ഹൃദയത്തിൽ നിന്ന് ഒരുപാട് നന്ദി, സന്തോഷം അറിയിക്കുന്നു. കാരണം എന്നെപ്പോലെയൊക്കെ പുതിയതായിട്ട് വന്ന ഒരാൾക്ക്, അല്ലെങ്കിൽ ഞങ്ങൾ ഇപ്പം കൂടെ ഉള്ളവരെല്ലാം തന്നെ പുതിയ ആൾക്കാരാണ്. അവർക്കൊക്കെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു തന്ന് ഞങ്ങളെ ഒരു ഗൈഡ് എന്നല്ല, ഒരു ബ്രദർ അല്ലെങ്കിൽ നമ്മുടെ ഫാമിലിയിൽ ഒരു അംഗം പോലെ കൂടെ നിന്ന് എല്ലാ കാര്യങ്ങളും പറഞ്ഞു തന്ന് ഞങ്ങളെ അതേപോലെ കൊണ്ടു നടക്കുന്ന ആ ചേട്ടന് എത്ര പറഞ്ഞാലും മതിയാവില്ല കേട്ടോ. അത്രയ്ക്ക് സപ്പോർട്ടാണ് വിനീഷേട്ടൻ. അതുപോലെ ടിനു ഒക്കെ. പിന്നെ
ഞങ്ങൾ വണ്ടിയിലിരുന്ന് കുരിശിൻ്റെ വഴിയൊക്കെ ചെല്ലി ആണ് പൊയ്ക്കൊണ്ടിരുന്നത്. അല്ല, ഭക്തി സാന്ദ്രമായിട്ടാണ് നമ്മൾ ജെറുസലേം വരെ എത്തിയത്. അങ്ങനെ ഞങ്ങൾ പള്ളിയിലെത്തി. ഈ കാണുന്ന പള്ളിയിലാണ് നമ്മുടെ ഇന്നത്തെ ദുഃഖവെള്ളിയാഴ്ചയുടെ തിരുക്കർമ്മങ്ങളെല്ലാം നടക്കുന്നത്. അപ്പം നമുക്ക് പള്ളിയുടെ വിശേഷങ്ങളും കാര്യങ്ങളുമൊക്കെ പറയാം. അതിൻ്റെ ചരിത്രങ്ങൾ എനിക്കറിയാവുന്ന രീതിയിലുള്ളതൊക്കെ ഞാൻ പറഞ്ഞു തരാം. തെക്കൻ ജെറുസലേമിലെ ഒലിവ് പർവ്വതത്തിൽ ഗെത്സമേൻ പൂന്തോട്ടത്തിന് അടുത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന ഒരു റോമൻ കത്തോലിക്ക പള്ളിയാണ് നമ്മളിപ്പം കണ്ടത്. ചർച്ച് ഓഫ് ഓൾ നേഷൻ അഥവാ ബസിലിക്ക ഓഫ് ദ അഗോണി എന്നൊക്കെ പേരിലാണ് ഇത് അറിയപ്പെടുന്നത്. യേശു ക്രൂശിക്കപ്പെടുന്നതിന് തലേദിവസം രാത്രി വേദനയോടെ പ്രാർത്ഥിച്ചതായി വിശ്വസിക്കപ്പെടുന്ന പാറയുടെ മുകളിലാണ് ഈ പള്ളി നിർമ്മിച്ചിരിക്കുന്നത്. 12 ചെറിയ താഴികക്കുടങ്ങളുടെ മേൽക്കൂരയുള്ള സാധാരണ റോമൻ ബസിലിക്കയുടെ മുൻഭാഗം കൂട്ടിച്ചേർത്താണ് ഈ പള്ളിയുടെ രൂപകൽപ്പന. ടെമ്പിൾ മൗണ്ടിനും ഗോൾഡൻ ഗേറ്റിനും ജസ്റ്റ് ഓപ്പോസിറ്റ് സൈഡിലാണ് ഈ പള്ളി സ്ഥിതി ചെയ്യുന്നത്. ഈ പള്ളിയുടെ റൈറ്റ് സൈഡിൽ ഒരു ഒലിവ് തോട്ടവും ഉണ്ട്. പള്ളിയുടെ മുൻഭാഗത്ത് കൊടുത്തിരിക്കുന്ന മൊസൈക്ക് വർക്കിൽ ദൈവത്തിനും മനുഷ്യരാശിക്കും ഇടയിലുള്ള മധ്യസ്ഥനായ ക്രിസ്തുവിനെ ചിത്രീകരിച്ചിരിക്കുന്നു. ശരിക്കും ഈ പള്ളിയുടെ മുകൾ ഭാഗത്ത് കാണുന്ന ത്രികോണ ആകൃതിയിൽ പല നിറത്തിൽ കാണുന്ന മൊസൈക്കാണ് ജെറുസലേമിൻ്റെ ഒരു ലാൻഡ്മാർക്കായിട്ട് കണക്കാക്കപ്പെടുന്നത്. യേശുവിൻ്റെ ഹൃദയം നൽകുന്ന ചിത്രമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ ആ ഫ്രണ്ടിലുള്ള പടത്തിൽ നടുക്ക് കൊടുത്തിരിക്കുന്നത്. അതുപോലെ ക്രിസ്തുവിൻ്റെ ഇടതുവശത്ത് എളിയവരുടെ ഒരു കൂട്ടം കണ്ണീരോടെ ആത്മവിശ്വാസത്തോടെ അവനെ നോക്കുന്നതായും വലതുവശത്ത് ശക്തരും ജ്ഞാനികളുമായ ഒരു കൂട്ടം ആളുകൾ തങ്ങളുടെ ശക്തികളുടെയും ജനത്തിൻ്റെയും പോരായ്മകൾ ശക്തിയുടെയും ജ്ഞാനത്തിൻ്റെയും പോരായ്മകൾ അംഗീകരിക്കുന്നതായും കൊടുത്തിരിക്കുന്നു. മൊസൈക്കിന് താഴെ 4 സുവിശേഷകന്മാരുടെ പ്രതിമകൾ 3 കമാനങ്ങളിൽ വേർതിരിച്ച് വച്ചിരിക്കുന്നു. ഏറ്റവും മുകളിൽ കുരിശിന് ഇരുവശത്തുമായിട്ട് 2 ആൺ മാനുകളെയാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ബൈബിളിൽ ഗെത്സമനിൽ പ്രാർത്ഥിക്കുന്നതിനെ കുറിച്ച് വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിലും മാർക്കോയുടെ സുവിശേഷത്തിലും ലൂക്കായുടെ സുവിശേഷത്തിലും രേഖപ്പെടുത്തിയിട്ടുണ്ട്. നമുക്കിപ്പോൾ മത്തായിയുടെ സുവിശേഷത്തിലെ കാര്യങ്ങൾ വായിക്കാം. 36-ാം വാക്യം തൊട്ട് 56-ാം വാക്യങ്ങൾ വരെയുള്ള കാര്യങ്ങളാണ്. അനന്തരം യേശു അവരോടൊത്ത് ഗെത്സമനി എന്ന സ്ഥലത്തെത്തി. അവൻ ശിഷ്യന്മാരോട് പറഞ്ഞു, ഞാൻ പോയി പ്രാർത്ഥിക്കുവോളം നിങ്ങൾ ഇവിടെ ഇരിക്കുക. അവൻ പത്രോസിനെയും സൈബദിയുടെ 2 പുത്രന്മാരെയും കൂടെ കൊണ്ടുപോയി ദുഃഖിക്കാനും അസ്വസ്ഥനാകാനും തുടങ്ങി. അവൻ അവരോട് പറഞ്ഞു, തീവ്ര ദുഃഖത്താൽ ഞാൻ മരണത്തോളം എത്തിയിരിക്കുന്നു. നിങ്ങൾ എന്നോടൊത്ത് ഉണർന്നിരിക്കുക. അവൻ അല്പദൂരം മുന്നോട്ട് ചെന്ന് കമിഴ്ന്നു വീണു പ്രാർത്ഥിച്ചു, എൻ്റെ പിതാവേ, സാധ്യമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് അകന്നു പോകട്ടെ. എങ്കിലും എൻ്റെ ഹിതം പോലെയല്ല, അവിടുത്തെ ഹിതം പോലെയാകട്ടെ. അനന്തരം അവൻ ശിഷ്യന്മാരുടെ അടുത്തേക്ക് വന്നു. അപ്പോൾ അവർ ഉറങ്ങുന്നത് കണ്ടു. അവൻ പത്രോസിനോട് ചോദിച്ചു, എന്നോട് കൂടെ 1 മണിക്കൂർ ഉണർന്നിരിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞില്ലേ? പ്രലോഭനത്തിൽ അകപ്പെടാതിരിക്കാൻ നിങ്ങൾ ഉണർന്നിരുന്നു പ്രാർത്ഥിക്കുവിൻ. ആത്മാവ് സന്നദ്ധമെങ്കിലും ശരീരം ബലഹീനമാണ്. 2-ാം പ്രാവശ്യവും അവൻ പോയി പ്രാർത്ഥിച്ചു, എൻ്റെ പിതാവേ, ഞാൻ കുടിക്കാതെ ഇത് കടന്നു പോകുകയില്ലെങ്കിൽ അങ്ങയുടെ ഹിതം നിറവേറട്ടെ. അവൻ വീണ്ടും വന്നപ്പോൾ അവർ ഉറങ്ങുന്നത് കണ്ടു. അവരുടെ കണ്ണുകൾ നിദ്രാഭാരമുള്ളവയായിരുന്നു. അവൻ അവരെ വേറിട്ട് 3-ാം പ്രാവശ്യവും പോയി അതേ പ്രാർത്ഥന ആവർത്തിച്ചു. പിന്നെ അവൻ ശിഷ്യന്മാരുടെ അടുത്ത് വന്നു പറഞ്ഞു, നിങ്ങൾ ഇപ്പോഴും ഉറങ്ങി വിശ്രമിക്കുന്നുവോ? ഇതാ സമയം അടുത്തെത്തിയിരിക്കുന്നു. മനുഷ്യപുത്രൻ പാപികളുടെ കൈകളിൽ ഏൽപ്പിക്കപ്പെടുന്നു. എഴുന്നേൽക്കുവിൻ, നമുക്ക് പോകാം. എന്നെ ഒറ്റുകൊടുക്കുന്നവൻ അടുത്തെത്തിയിരിക്കുന്നു. അവൻ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ തന്നെ 12 പേരിൽ ഒരുവനായ യൂദാസ് അവിടെ എത്തി. അവനോടുകൂടെ പ്രധാന പുരോഹിതന്മാരുടെയും ജനപ്രമാണികളുടെയും അടുക്കൽ നിന്ന് വാളും വടിവാളുകളുമായി ഒരു ജനക്കൂട്ടവും വന്നിരിക്കുന്നു. ഒറ്റുകാരൻ അവർക്ക് ഈ അടയാളം നൽകിയിരുന്നു, ഞാൻ ആരെ ചുംബിക്കുന്നുവോ അവൻ തന്നെ, അവനെ പിടിച്ചുകൊള്ളുക. അവൻ പെട്ടെന്ന് യേശുവിൻ്റെ അടുത്ത് ചെന്ന്, ഗുരോ സ്വസ്തി എന്ന് പറഞ്ഞ് അവനെ ചുംബിച്ചു. യേശു അവനോട് ചോദിച്ചു, സ്നേഹിത, നീ എന്തിനാണ് വന്നത്? അപ്പോൾ അവർ മുന്നോട്ട് വന്ന് യേശുവിനെ പിടിച്ചു. യേശുവിനോട് കൂടെ ഉണ്ടായിരുന്നവരിൽ ഒരുവൻ കൈ നീട്ടി വാൾ ഊരി പ്രധാന പുരോഹിതന്റെ സേവകനെ വെട്ടി അവൻ്റെ ചെവി ഛേദിച്ചു കളഞ്ഞു. യേശു അവനോട് പറഞ്ഞു, വാൾ ഉറയിലിടുക. വാൾ എടുക്കുന്നവൻ വാളാൽ നശിക്കും. എനിക്ക് എൻ്റെ പിതാവിനോട് അപേക്ഷിക്കുവാൻ കഴിയുകയില്ലെന്നും ഉടൻ തന്നെ അവിടുന്ന് എനിക്ക് തൻ്റെ ദൂതന്മാരുടെ 12-ലേറെ വ്യൂഹങ്ങളെ അയച്ചു തരികയില്ലെന്നും നീ വിചാരിക്കുന്നുവോ? അങ്ങനെയെങ്കിൽ ഇപ്രകാരം സംഭവിക്കണമെന്ന വിശുദ്ധ ലിഖിതം എങ്ങനെ നിറവേറും? യേശു ജനക്കൂട്ടത്തോട് പറഞ്ഞു, കവർച്ചക്കാരനെതിരെ എന്നെപ്പോലെ വാളുകളും വടിവാളുകളുമായി നിങ്ങൾ എന്നെ ബന്ധിക്കുവാൻ വന്നിരിക്കുന്നുവോ? ഞാൻ ദിവസവും ദേവാലയത്തിലിരുന്നു നിങ്ങളെ പഠിപ്പിച്ചിരുന്നു. നിങ്ങൾ എന്നെ പിടിച്ചില്ല. പ്രവാചകന്മാരുടെ ലിഖിതങ്ങൾ പൂർത്തിയാക്കുവാൻ വേണ്ടിയാണ് ഇതൊക്കെയും സംഭവിച്ചത്. അപ്പോൾ ശിഷ്യന്മാരെല്ലാവരും അവനെ വിട്ട് ഓടിപ്പോയി. ഇവിടെ ഒരുപാട് ഒലിവ് മരങ്ങളുണ്ട് കേട്ടോ. അതിൽ ഈ കാണുന്ന ഒലിവ് മരത്തിന് ഏകദേശം 2500 വർഷം
പഴക്കമുണ്ട്. അതായത് യേശുവിൻ്റെ സ്പർശനം ഏറ്റിട്ടുള്ളതാണ് എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. അതായത് 1982 കാലിഫോർണിയ സർവകലാശാല ഗെത്സമേനിൽ നിന്നുള്ള ചില റൂട്ട് മെറ്റീരിയലുകളിൽ റേഡിയോ കാർബൺ പരിശോധന നടത്തി. അപ്പോൾ ആണ് ഈ മരത്തിന് 2500 വർഷം പഴക്കമുണ്ടെന്ന് കണ്ടെത്തുകയും ചെയ്തത്. ഇത് അതുപോലെ തന്നെ അവർ വളരെ ഭദ്രമായിട്ട് സൂക്ഷിച്ചിട്ടുണ്ട്. അപ്പം അതിൻ്റെ ആ തായ്തണ്ടിൽ നിന്നാണ് വേറെ വേറെ ഉണ്ടായി വന്നേക്കുന്നത്. ആ തായ്തണ്ടൊക്കെ അവർ അതേപോലെ തന്നെ സൂക്ഷിച്ച് വേലി കെട്ടി വെച്ചിട്ടുണ്ട്. അത്ര ഭദ്രമായിട്ടാണ് ഇത് സൂക്ഷിച്ചിരിക്കുന്നത്. ഓപ്പോസിറ്റ് നേരെ കാണുന്നതാണ് ഗോൾഡൻ ഗേറ്റ് അഥവാ മേഴ്സി ഗേറ്റ് എന്ന് പറയുന്നത്. യേശുവിൻ്റെ കുരിശുമരണത്തിൻ്റെ പീഡാനുഭവം ആരംഭിക്കുന്നത് ഈ ഗെത്സമേൻ തോട്ടത്തിൽ നിന്നുമാണ് കേട്ടോ. അതായത് മണിക്കൂറുകൾ നീണ്ടുനിന്ന പല തീരുമാനങ്ങളും പ്രാർത്ഥനകളും നടന്നൊക്കെ സ്ഥലമാണിത്. അതുപോലെ യേശുവും ശിഷ്യന്മാരും പല തവണ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചതായിട്ടൊക്കെയാണ് പറയുന്നത്. ഈ പള്ളിക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഒരു ഇരുണ്ട വെളിച്ചമാണ്. അതിൽ വലിയ പ്രകാശമൊന്നുമില്ല. അതായത് നമുക്ക് അതിനകത്തോട്ട് കയറുമ്പോൾ തന്നെ ഒരു ഫീലിങ്സാണ്. ഒരു എന്താ പറയുന്നത്, ഈശോ അനുഭവിച്ച ആ വേദനകളൊക്കെ ആ ഒരു സങ്കടത്തിൻ്റെ ഒരു ഫീലിങ്സാണ് നമുക്കിതിലേക്ക് കയറുമ്പം. നമുക്ക് പള്ളിക്ക് ഉള്ളിലേക്ക് കയറി കഴിയുമ്പം യേശു അന്ന് മുട്ടുകുത്തി പ്രാർത്ഥിച്ച ആ ഒരു പാറയുണ്ട്. ആ പാറയാണ് നമ്മൾക്ക് കാണാനായിട്ട് കഴിയുന്നത്. ഇവിടെ ഒരു പർപ്പിൾ കളറും ഒരു ഒരു ലാവൻഡർ കളറിൻ്റെ ഒരു പ്രകാശം വന്നിട്ട് പ്രത്യേക വലിയ കൊത്തുപണികളോ ഡെക്കറേഷൻസോ ഒന്നുമില്ല. ഒരു ദുഃഖത്തിൻ്റെ ഒരു തളം കെട്ടി നിൽക്കുന്ന ഒരു ഫീലിങ്സാണ്. നമുക്ക് ഒന്ന് കരഞ്ഞ് പ്രാർത്ഥിക്കാൻ അല്ലെങ്കിൽ പെട്ടെന്നൊന്ന് അങ്ങനെ പ്രാർത്ഥിക്കാനൊക്കെ ആയിട്ട് നമുക്ക് തോന്നുന്ന ഒരു ഫീലിങ്സാണുള്ളത്. ഇവിടെ ആ പെയിൻറ്റിങ് ചെയ്ത് വെച്ചേക്കുന്നത് അന്നത്തെ ആ കാര്യങ്ങളെക്കുറിച്ച് റീക്രിയേറ്റ് ചെയ്തേക്കുന്നതാണ്. ഗെത്സമേൻ തോട്ടത്തിൽ യേശു പ്രാർത്ഥിച്ചിരിക്കുന്നതൊക്കെ ആയിട്ട്. അപ്പം ആൽത്താരയുടെ അവിടെ ആണ് ആ ഒരു ഇത് ഉണ്ടാക്കി വെച്ചേക്കുന്നത്. അതായത് ആ പാറയ്ക്ക് ചുറ്റും ഒരു മുൾക്കിരീടം പോലെയും പ്രാവിനെയും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു എന്താ പറയുന്നത്, നമുക്കൊരു പ്രത്യേക ഒരു അറ്റ്മോസ്ഫിയറാണ്. അതായത് കത്തോലിക്കൻ സമൂഹമായ ഫ്രാൻസിസ്കൻ സഭ 1924 നിർമ്മിച്ചതാണ്. അതായത് സകല ജനതയുടെയും ദേവാലയം എന്നാണ് ഇത് അറിയപ്പെടുന്നത്. ആ ദേവാലയത്തിലാണ് നമ്മളിപ്പോൾ ഇങ്ങനെ നിൽക്കുന്നത്. നിരവധി ആളുകൾ ദേവാലയത്തിൽ ഈ സഹായം നൽകിയിട്ടുണ്ട് കേട്ടോ. നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം, അതിമനോഹരമായിട്ടുള്ളൊരു ദേവാലയമാണ്. നമുക്കൊരു വലിയൊരു ഒരു ഫീലിങ്സാണ്. അതായത് വേദനയുടെ പള്ളി എന്നും വേദനയുടെ ബസിലിക്ക എന്നൊക്കെയാണ് ഈ പള്ളി അറിയപ്പെടുന്നത്. അതായത് ഒരു നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഒരു ഇരുളമയാണ് അവിടെ ഫുള്ളായിട്ട് കാണുന്നത്. നമുക്കിനി കുർബാനയിലേക്ക് കടക്കാം. പിലാത്തോസിന്റെ ഭവനം മുതൽ അവരെ കുരിശ് വഹിച്ചുകൊണ്ടുള്ള അവസാന യാത്ര അങ്ങേ സ്നേഹത്തിന്റെ ഏറ്റവും മഹത്തായ പ്രകടനമായത്. കണ്ണുനീരിന്റെ കൊച്ചുകൊടുക്കാനിരുന്നവൻ അവരോട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ ഒരാളെ ചുമയ്ക്കും, അവനാണ് വിശുദ്ധ, അവരെ നിങ്ങൾ ശ്രദ്ധാപൂർവം പിടിച്ചോളണം. അടുത്തെത്തിയവരുടെ യുവദാസപ്രകാരം പറഞ്ഞുകൊണ്ട് ഈശോയെ ചുംബിച്ചു. ഗുരു സ്വസ്തി. അപ്പോൾ ഈശോ അയാളോട് ചോദിച്ചു, സ്നേഹിത, നീ ഇതിനാണോ വന്നത്? യുവദാസനെ ചുംബിച്ചുകൊണ്ട് നീ മനുഷ്യപുത്രനെ ഒറ്റിക്കൊടുക്കുകയാണോ? സംഭവിക്കാൻ പോകുന്നതെല്ലാം അറിഞ്ഞിരുന്ന ഈശോ അവനെ അടുക്കളയിലേക്ക് ചെന്ന്
അങ്ങനെ കുർബാനയും കുരിശിൻ്റെ വഴിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വെളിയിലിറങ്ങി. പഴയ ആൾക്കാർ പറഞ്ഞത് ഈ 2021 കോവിഡിന് ശേഷം ഏറ്റവും കൂടുതൽ ആൾക്കാർ വന്ന ഒരു തിരുക്കർമ്മമായിരുന്നു ഈ ദുഃഖവെള്ളിയാഴ്ചത്തേതാണ്. എനിക്ക് തോന്നുന്നു ഒരു 3000-ഓളം ആൾക്കാരുണ്ടായിരുന്നു. അവർ പറഞ്ഞതനുസരിച്ച് ഏകദേശം 60% മലയാളികൾ ഇവിടെ ഈ ദുഃഖവെള്ളി തിരുക്കർമ്മത്തിന് പങ്കെടുക്കാനായിട്ട് വന്നു എന്നാണ് പറഞ്ഞത്. എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, എൻ്റെ ഇടുക്കി, കട്ടപ്പന, വാഴ വരെയുള്ള ഒത്തിരി പേരെ എനിക്ക് കാണാൻ പറ്റി. അവർക്ക് ഒരുപാട് പേര് വന്ന് എന്നോട് സംസാരിച്ചു. എനിക്ക് ഒരുപാട് സന്തോഷം. പ്രത്യേകിച്ച് രാജേഷ് ചേട്ടൻ, ജെൻസി, അവരൊക്കെ വന്നിട്ട് ഓടി വന്നിട്ട് ടിൻറ്റു എന്ന് പറഞ്ഞ് കൈ പിടിച്ചൊക്കെ സംസാരിച്ചപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷം, ഒരുപാട് സ്നേഹം. കാരണം എത്രയോ വർഷങ്ങളായി അവരെയൊക്കെ ഞാൻ കണ്ടിട്ട്. അപ്പോൾ അവരൊക്കെ എൻ്റെ അടുത്ത് സംസാരിക്കാൻ പറ്റി. എന്നെ വേണമെങ്കിൽ എന്നെ കണ്ടിട്ട് മൈൻഡ് ചെയ്യാതിരിക്കുമായിരുന്നു. കാരണം ഞാൻ അവരെ കണ്ടിട്ടേ ഇല്ല. അവരൊക്കെ ഓടി വന്ന് എൻ്റെ അടുത്ത് സംസാരിക്കുമായിരുന്നു. അതുപോലെ ഈ കാണുന്നതാണ് കേട്ടോ ഗോൾഡൻ ഗേറ്റ്. ഗോൾഡൻ ഗേറ്റിന് തൊട്ട് താഴെയാണ് മുസ്ലിങ്ങളെ അടക്കിയിരിക്കുന്ന കബറിടം. അതിന് താഴെ കാണുന്നതാണ് കെദ്രോൺ താഴ്വര. അതിന് താഴെയാണ് ഈ നമ്മുടെ ക്രിസ്ത്യൻസിനെയൊക്കെ അടക്കിയിരിക്കുന്നത് കല്ലറ. അതായത് അവിടെ ഒരുപാട് ക്യാഷോ അങ്ങനെ ഒരുപാട് എമൗണ്ട് കൊടുത്താൽ മാത്രമേ ഇവിടെ അടക്കാനായിട്ട് സാധിക്കൂ എന്നാണ് പറയുന്നത്. അത്ര പ്രധാനപ്പെട്ട സ്ഥലമാണ്. ഇതുണ്ട്, ഒലിവ് മരത്തിനിടയിലാണ് അടക്കിയിരിക്കുന്നത്. അതുപോലെ പിന്നെ ഇവിടെ ഏറ്റവും സ്പെഷ്യലായിട്ട് നമുക്ക് പറയുന്നത് നേർച്ചക്കഞ്ഞിയാണ് കേട്ടോ. അതായത് ഓരോരുത്തർ നേർച്ച നേർന്നിട്ട് ഇവിടെ ഇങ്ങനെ ഇന്ന ദിവസം കൊടുക്കാമെന്ന് നേർന്നിട്ട് അങ്ങനെ കഞ്ഞിയും പയറും അച്ചാറും ഒക്കെ ഉണ്ട്. അത് ഓരോ കൗണ്ടറായിട്ട് ഓരോ സ്ഥലത്ത് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഭയങ്കര ടേസ്റ്റാണ്. നമ്മൾ നാട്ടിൽ കഴിക്കുന്നതിന് ഒരു പ്രത്യേക ടേസ്റ്റ് അല്ലേ, അതുപോലെ തന്നെയാണ്. അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല കേട്ടോ. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ നേരിട്ട് ഇതൊക്കെ അനുഭവിച്ചാലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അത്രയ്ക്കൊരു ഫീലിങ്സാണ്. കാരണം ഈ യേശു നടന്ന വഴികളിൽ ആ ഒരു അനുഭവിച്ച ആ ഒരു സ്ഥലത്തൊക്കെ നമുക്ക് വന്ന് ഒന്ന് നിൽക്കാൻ പറ്റുക എന്ന് പറയുന്നത് തന്നെ ഒരു ഭയങ്കര ഒരു ഫീലിങ്സാണ്. അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല കേട്ടോ. അത്രയ്ക്ക് സന്തോഷമുണ്ട്, സ്നേഹമുണ്ട്. പിന്നെ അങ്ങനെ ഞങ്ങൾ ഇതെല്ലാം കഴിഞ്ഞു, ഞങ്ങൾ തിരിച്ചു പോന്നു. ഒരു നല്ലൊരു പ്രത്യേക ഫീലിങ്സ് ആയിരുന്നു. അങ്ങനെ ഇന്നത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞു. അപ്പം ഇനി അടുത്ത എന്തെങ്കിലുമൊക്കെ ഒരു പ്രോഗ്രാം ഉണ്ടാകുമ്പം കാണാം. അതുവരെ വണക്കം. താങ്ക് യു.